മനസ്സിലാക്കിയിട്ട് ഖലീൽ ജിബ്രാന്റെ പുസ്തകത്തിനകത്ത് അദ്ദേഹം പറയുന്നൊരു സുന്ദരമായ തോട്ടുണ്ട്. ജീസസ് മലയിറങ്ങി വരികയാണ്. സുന്ദരനായിരുന്ന ജീസസ് നീല തടാകം പോലെ വിരിഞ്ഞ കണ്ണുകളുമായി അഴിച്ചിട്ട മുടിയുമായി ജീസസ് മന്ദം മന്ദം മലയിറങ്ങി വരുന്ന സമയത്ത് നിങ്ങൾ വിഷ്വലൈസ് ചെയ്തോണം കേട്ടോ. ഒരു മുക്കുവ സമൂഹം, ഒരു പുരുഷാരം മുഴുവൻ അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാൻ വേണ്ടി മുന്നിൽ കാത്തിരിക്കുകയാണ്. ആ പുരുഷാരത്തെ നോക്കിക്കൊണ്ട് ജീസസ് അവർക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ വലയിൽ പുതുതായി പിടിച്ച മീനുകൾ വല്ലതുമുണ്ടോ? ഇതാണ് ചോദ്യം. നിങ്ങളുടെ വലയിൽ പുതുതായി പിടിച്ച മീനുകൾ വല്ലതുമുണ്ടോ? ആ ചോദ്യം കേട്ട് അവരെല്ലാം കൂടയിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ഇല്ല, പുതിയ മീനൊന്നുമില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം ഒരു ചെറുപ്പക്കാരന്റെ നേരെ നടന്നെടുത്തു. അതാണ് ഏറ്റവും പ്രധാനം. ഒരു യുവാവിന്റെ നേരെ നടന്നെടുത്തു. ആ യുവാവിന്റെ കണ്ണിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട്, ആ യുവാവിന്റെ അസ്ഥിയിലേക്കും മജ്ജയിലേക്കും വിരൽ ചൂണ്ടിക്കൊണ്ട്, ആ യുവാവിന്റെ ഹൃദയത്തിലേക്കും രക്തത്തിലേക്കും വിരൽ ചൂണ്ടിക്കൊണ്ട് ചോദിച്ചു, എന്റെ ചോദ്യം കേട്ടോ? നിന്റെ വലയിൽ പുതുതായി പിടിച്ച മീനുകൾ വല്ലതുമുണ്ടോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. അവൻ ഒരു നിമിഷം ആലോചിച്ചതിന് ശേഷം പറഞ്ഞു, ഉണ്ട്, പുതിയ മീനുണ്ട്. വല്ലതും മനസ്സിലായോ? ഇല്ല. നമ്മുടെ തലച്ചോറിനകത്ത് ബില്യൺ കണക്കിന് ന്യൂറോണുകളുണ്ട്, അല്ലെ? ഈ സെല്ലുകളെ കോർത്ത് കെട്ടിയിരിക്കുന്ന നാഡീ നരമ്പുകളെയാണ് ഈ വല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചോദ്യം ഇതാണ്, ഈ വലയ്ക്കകത്ത് പുതിയ ആശയങ്ങൾ വല്ലതുമുണ്ടോ? എല്ലാവരും പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാതെ, എല്ലാവരും നടന്ന വഴികളിലൂടെ നടന്നു കാണിക്കാതെ പുതിയൊരു വഴിയിലൂടെ നിനക്ക് നടക്കുവാൻ സാധിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. ഈ വഴികൾ അന്വേഷിക്കുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമാണ്. ആ വഴികൾ അറിയണമെങ്കിൽ നിങ്ങളുടെ വിദ്യാർത്ഥികളുടെ കണ്ണുകൾ തുറന്നു വെക്കണം, കാതുകൾ തുറന്നു വെക്കണം, ഹൃദയം തുറന്നു വെക്കണം. ഇത് ഏറ്റവും പ്രധാനമാണ്. ധാരാളമായിട്ട് നിങ്ങൾ അറിയണം, ലോകത്തെ അറിയണം. ധാരാളമായിട്ട് നിങ്ങൾ വായിക്കണം. ഓരോ മഹാന്മാരും എന്തൊക്കെ പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ടാണ്, ആ പ്രതിസന്ധികളെ ചവിട്ടിത്തെറിപ്പിച്ചുകൊണ്ടാണ് അവർ ഉന്നതിയിലേക്ക് നടന്നുപോയത് എന്ന് നമ്മൾ അറിയാം.